എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് കാലങ്ങളായി ഇങ്ങനെ ഒരു 200 സെറ്റപ്പിൽ വീഡിയോ ചെയ്തിട്ട് അല്പം തിരക്കായി പോയി. അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ അടുത്തായി കുറച്ച് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ അല്ലെങ്കിൽ ചെറിയ റേറ്റിൽ വാങ്ങാൻ പറ്റിയ വയർലെസ് ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർബഡിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാനിന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ബോട്ടിൻ്റെ. ഇത് എയർഡോപ്സ് എന്നാണ്, എയർപോഡ് അല്ല, എയർഡോപ്സ് 431 എന്ന് പറഞ്ഞ ഒരു ഇയർബഡ് മോഡലാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വളരെ ചെറിയൊരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എയർഡോപ്സ് 431 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ എയർപോഡ് 433 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനും ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറച്ച് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റൈലിഷായ നല്ലൊരു ഡിസൈനാണ് ആ ഒരു വേർഷനിൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഇത് 3-4 മാസം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. ഇതിൻ്റെ പുറകിൽ കൊടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ 5999 ഞാനിത് വാങ്ങുമ്പോൾ 1299 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. അതുപോലെ ഇപ്പം 1999 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഇത് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ നല്ല സക്സസ്ഫുള്ളായ ഒരു മോഡലാണ് ഈ ഒരു എയർഡോപ്സ് 431 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. 33 അവേഴ്സ് പ്ലേ ബാക്ക് ടൈം ഉണ്ട്. അതായത് 33 മണിക്കൂർ നിങ്ങൾക്ക് പ്ലേ ബാക്ക് കിട്ടുന്നതാണ്. പിന്നെ കട്ടിംഗ് എഡ്ജ് ഡിസൈനാണ്. അതുപോലെ IPX4 വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, പിന്നെ പാക്കേജ് കണ്ടൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. ഇതാണ് ഡിസൈൻ വരുന്നത്. 2 കളറിലാണ് വരുന്നത്, ഒന്ന് ബ്ലൂ കളറും പിന്നെ ബ്ലാക്ക് കളറും. വളരെ നല്ലൊരു ഡിസൈനാണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു ഇയർബഡ്. പിന്നെ ഒരു ചാർജിങ് കേബിൾ ഞാൻ പറഞ്ഞതാണ്, ടൈപ്പ് സി ആണ് വരുന്നത്. ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ ഡോക്യുമെൻറ്റേഷൻ സാധനങ്ങൾ, ഒരുപാട് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ ബോട്ട് എക്സ്റ്റൻറ്റിൻ്റെ വാച്ചിലും കണ്ടതാണ്. ഇതാണിപ്പോൾ കയ്യിലുള്ളത്, ഇത് നമ്മുടെ വാച്ച്. അപ്പോൾ അതിലും സെയിം സാധനം വന്നിട്ടുണ്ടായിരുന്നു. ബോട്ടിൻ്റെ മിക്കവാറും എല്ലാ പ്രൊഡക്ട്സും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാറണ്ടി, മാനുഫാക്ചറിങ് വാറണ്ടീൻ്റെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. പിന്നെ അത് യൂസ് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണെന്ന് തോന്നുന്നു. പിന്നെ വേറെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, ശിഖർ ധവാൻ്റെയും പിന്നെ ഹർദീപ് പാണ്ഡ്യൻ്റെയും സൈനൊക്കെ ഉള്ള ഒരു മറ്റൊരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ, നമ്മളത് സാധാരണ എല്ലാ ബോട്ടിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്റ്റിക്കർ. ഓക്കെ, അതുകൂടാതെ മറ്റൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ ബഡ്സും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ്. പിന്നെ IWP സ്റ്റാൻഡേർഡ് പെയറിംഗ്. ഓക്കെ, നല്ല ഹൈ സ്പീഡ് പെയറിംഗ് ആണ്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, IPX4. പിന്നെ മ്യൂസിക് പ്ലേ ബാക്ക് നമ്മൾ പറഞ്ഞതാണ്. അപ് ടു 8 അവേഴ്സ് പെർ ചാർജ്. പിന്നെ 25 മണിക്കൂർ അഡീഷണൽ വിത്ത് കേസ്. ഓക്കെ, പിന്നെ ടോക്ക് ടൈം 6 മണിക്കൂർ കിട്ടുന്നതാണ്. സ്റ്റാൻഡ് ബൈ ടൈം 80 അവേഴ്സാണ്. ട്രാൻസ്മിഷൻ റേഞ്ച്, ഇതിൻ്റെ റേഞ്ച് 10 മീറ്റർ വരെ ഇതിൻ്റെ റേഞ്ച് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ സൈസ് 7mm. പിന്നെ ബ്ലൂടൂത്ത് പ്രൊഫൈലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത് 20 Hz to 20 kHz ആണ്. പിന്നെ 40 mAh 2 ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ചാർജിങ് കേസ്, ഈ ഒരു കേസിൻ്റെ ബാറ്ററി വരുന്നത് 500 mAh ആണ്. പിന്നെ ചാർജിങ് ടൈം പറയുന്നത് 1.5 മണിക്കൂറാണ്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷനൊക്കെ നിങ്ങൾ വായിക്കുക. നമ്മളെ ഇയർപോഡ് നോക്കാം. വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ 3-4 മാസമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു സംഭവം വരും. ഇവിടെയും ലൈറ്റ് കത്തുന്നതാണ്. അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാർക്ക് പോർഷനൊക്കെ ആണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ലൈറ്റ് വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇതിലും ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർപോഡ്. വളരെ നല്ല സ്റ്റൈലിഷായ ചെറിയൊരു വളരെ സിമ്പിളായ ഒരു സംഭവമാണിത്. നല്ല അട്രാക്റ്റീവായൊരു കളറുമാണ്. 2 കളറിൽ ഞാൻ പറഞ്ഞതാണ്, ബ്ലാക്കിലും ബ്ലൂവിലുമാണ് വരുന്നത്. 2 കളർ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രസ് ബട്ടണൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ ബട്ടൺ വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും ഇതൊന്ന് പെയർ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ,
നമുക്ക് എന്തെങ്കിലും സോങ് പ്ലേ ചെയ്ത് നോക്കാം. അത് കേൾക്കുന്നുണ്ടോ അറിയില്ല. നല്ല ഡീപ്പ് ബേസൊക്കെ കിട്ടുന്ന നല്ലൊരു സംഭവം തന്നെയാണ് ഇതെന്ന് പറയാം. വളരെ വിശ്വസിച്ചുകൊണ്ട് വാങ്ങിക്കാവുന്ന വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഇയർപോഡാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന മിക്കവാറും എല്ലാ പ്രൊഡക്ട്സും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വന്തം യൂസേജിന് വേണ്ടി വാങ്ങുന്നതാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയാനുള്ള കാര്യം. അതുകൊണ്ട് നല്ല പ്രൈസും ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ ചൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. വളരെ വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ, നല്ല ക്രിസ്റ്റൽ ക്ലിയറായ സൗണ്ടാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു 3-4 മാസത്തെ യൂസേജിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ആ നോട്ടിഫിക്കേഷൻ ഓളെന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയാസമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.